നമുക്കിന്ന് റെസ്റ്റോറൻറ്റിൽ കടയിൽ നിന്നൊക്കെ വാങ്ങുന്ന അതേ ടേസ്റ്റുള്ളൊരു ബ്രോസ്റ്റഡ് ചിക്കൻ്റെ റെസിപ്പി ആയാലോ. അപ്പോൾ ബ്രോസ്റ്റഡ് ചിക്കൻ നമുക്ക് കടയിൽ നിന്നൊക്കെ വാങ്ങുമ്പോൾ ഒരുപാട് വില കൊടുത്തല്ലേ നമ്മൾ വാങ്ങാറുള്ളത്. അപ്പോൾ അധികം ഇൻഗ്രീഡിയൻസ് ഒന്നും ഇല്ലാതെ നല്ല ഹെൽത്തി ആയിട്ട് നമുക്ക് വീട്ടിൽ തന്നെ എങ്ങനെ ഇത് തയ്യാറാക്കാം എന്നുള്ളത് നോക്കാം. അപ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ വീഡിയോയിലേക്ക് കിടക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് 1 കിലോ ചിക്കൻ എടുത്തിട്ടുണ്ട് കേട്ടോ. അത്യാവശ്യം വലിപ്പമുള്ള പീസ് തന്നെയാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ നമ്മളിങ്ങനെ എടുക്കുന്ന സമയത്ത് സ്കിന്നോട് കൂടിയിട്ടുള്ള ചിക്കൻ എടുക്കുന്നത് ഏറ്റവും നല്ലത് കേട്ടോ. ഞാനിപ്പോൾ സാധാരണ ചിക്കൻ തന്നെ എടുത്തിരിക്കുന്നത്. അപ്പോൾ സ്കിന്നാകുമ്പോൾ ഒന്നുകൂടി കൂടുതൽ ടേസ്റ്റും കാര്യങ്ങളും കൂടുതലുണ്ടാവും എന്നുള്ളത് മാത്രമാണ് കേട്ടോ. അപ്പോൾ അത് കഴുകി വൃത്തിയാക്കിയിട്ട് ഒന്ന് സ്ട്രെയിൻ ചെയ്യാൻ വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിന് ശേഷം വെച്ചതാണ് കേട്ടോ. അതൊരു സൈഡിലേക്ക് വെച്ചിട്ടുണ്ട്. ഇനി വേറൊരു ബൗളിലേക്ക് 1.5 ഗ്ലാസ് പാൽ ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഈ 1.5 ഗ്ലാസ്സിലേക്കാണ് ബാക്കിയുള്ള ഇൻഗ്രീഡിയൻസ് ചേർത്ത് കൊടുക്കുന്നത് കേട്ടോ. അപ്പോൾ ഈ ഒരു അളവിന് തയ്യാറാക്കുകയാണെങ്കിൽ നല്ല ടേസ്റ്റ് ആയിട്ട് പെർഫെക്റ്റ് ആയിട്ട് നമുക്ക് കിട്ടുകയും ചെയ്തോളും. ഇനി അതിലേക്ക് 2 ടേബിൾ സ്പൂണ് വിനീഗർ ചേർത്ത് കൊടുക്കുന്നുണ്ട്. വിനാഗിരി നമ്മൾ സുർക്കുണ്ടല്ലോ അത് ചേർത്ത് കൊടുക്കാം. അതിന് ശേഷം നല്ല രീതിയിലൊന്ന് മിക്സാക്കി കൊടുക്കാം കേട്ടോ. മിക്സാക്കിയതിന് ശേഷം നമുക്കൊന്ന് അടച്ച് വെക്കണം. നമുക്ക് ബട്ടർ മിൽക്ക് തയ്യാറാക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഒന്ന് ഒരു 10-15 മിനിറ്റ് നേരം അടച്ച് വെക്കുന്നുണ്ട്. അതിന് ശേഷം എടുക്കുന്ന സമയത്ത് കറക്റ്റായിട്ട് നമുക്ക് കിട്ടിയിട്ടുണ്ടാവും കേട്ടോ. ഇപ്പോൾ ഇതൊരു 15 മിനിറ്റിന് ശേഷം തുറന്ന് നോക്കുന്നതാണത്. അപ്പോൾ ഇത് കറക്റ്റായിട്ട് കിട്ടിയിട്ടുണ്ട്. ബട്ടർ മിൽക്ക് കറക്റ്റ് സെറ്റായിട്ട് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ടുണ്ടെങ്കിൽ ഒരിക്കലും തന്നെ ഫ്ലോപ്പ് ആവില്ല കേട്ടോ. നല്ല കറക്റ്റായിട്ട് നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു ബ്രോസ്റ്റഡ് ചിക്കൻ തന്നെയാണിത്. ഇനി ഞാനിതിലേക്ക് 1 ടേബിൾ സ്പൂൺ വെളുത്തുള്ളിയുടെ പേസ്റ്റ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇഞ്ചി വേണ്ട കേട്ടോ, വെളുത്തുള്ളി മാത്രം. പിന്നെ അതിലേക്ക് കുരുമുളക് പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത്. 1 ടേബിൾ സ്പൂൺ കുരുമുളക് പൊടിയും പിന്നെ കുറച്ച് കാശ്മീരി മുളക് പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ എരിവ് കൂടുതൽ വേണമെന്നുണ്ടെങ്കിൽ അതിനനുസരിച്ചുള്ള മുളക് പൊടി ചേർത്ത് കൊടുത്താൽ മതി. പിന്നെ കുറച്ച് ബേക്കിംഗ് സോഡയും പിന്നെ അതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ബേക്കിംഗ് സോഡ അപ്പക്കാരുണ്ടല്ലോ, അത് ഒരുപാട് കൂടുതലായി പോവണ്ട. 1/4 ടീസ്പൂൺ മാത്രം മതിയാവും കേട്ടോ. അതിനുശേഷം നല്ല രീതിയിലൊന്ന് മിക്സാക്കി കൊടുക്കാം. ഇപ്പോൾ ഈ സമയത്ത് ഉപ്പ് കുറവുണ്ടെന്ന് ചേർത്ത് കൊടുക്കാം കേട്ടോ. ഞാനിപ്പോൾ ചേർത്ത് കൊടുക്കുന്ന ഉപ്പ് കറക്റ്റായിട്ടുള്ള അളവിന് തന്നെയായിരുന്നു കേട്ടോ. അപ്പോൾ ഞാൻ നല്ല രീതിയിലൊന്ന് മിക്സാക്കി കൊടുത്തിട്ടുണ്ട്. ഇനി അതിലേക്ക് നമ്മൾ മാറ്റി വെച്ചിരിക്കുന്ന ചിക്കൻ ഇട്ട് കൊടുക്കാം കേട്ടോ. ചിക്കൻ ഓരോന്നും ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ചിക്കൻ എല്ലാം മൊത്തത്തിൽ ഇട്ട് കൊടുത്തതിന് ശേഷം കൈ കൊണ്ട് നിങ്ങൾ പ്രസ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇതിൽ നല്ല രീതിയിലൊന്ന് ഡിപ്പായി കിട്ടണം കേട്ടോ. എന്നാലാണ് മസാല എല്ലാ ഭാഗത്തേക്കും ചിക്കൻ്റെ എല്ലാ ഭാഗത്തേക്കും ഒന്ന് കിട്ടാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. എന്നാലാണ് ജ്യൂസി ആയിട്ട് നമുക്ക് കറക്റ്റായിട്ട് കടയിൽ നിന്നൊക്കെ വാങ്ങുന്ന പോലത്തെ ഉള്ള ബ്രോസ്റ്റഡ് ചിക്കനായിട്ട് കിട്ടുള്ളൂ. അപ്പോൾ ഇതൊന്ന് എല്ലാ രീതിയിൽ അമർത്തി കൊടുത്തിട്ടുണ്ട്, ഒന്ന് സെറ്റാക്കി എടുത്തിട്ടുണ്ട്. ഇനി ഇതൊന്ന് അടച്ച് വെച്ചിട്ട് നമുക്കിതൊന്ന് ഫ്രിഡ്ജിലേക്ക് വെക്കാം കേട്ടോ. ഒരു 4-5 മണിക്കൂർ എന്തായാലും ഫ്രിഡ്ജിലേക്ക് വെക്കണം. എന്നാലാണ് കറക്റ്റായിട്ട് നമുക്കിതിലേക്ക് സെറ്റായിട്ട് കിട്ടുള്ളൂ. മസാലയൊക്കെ പിടിച്ചിട്ട് നല്ല രീതിയിലൊന്ന് ആയി കിട്ടുള്ളൂ. അപ്പോൾ ഞാനതൊന്ന് ഫ്രിഡ്ജിലേക്ക് വെച്ചിട്ടുണ്ട് കേട്ടോ. ഇനി വേറൊരു ബൗളിലെടുത്തിട്ട് അതിലേക്ക് 1 കപ്പ് മൈദപ്പൊടി ഇടുന്നുണ്ട്. ഇനി അതിലേക്ക് 3 ടേബിൾ സ്പൂണ് കോൺഫ്ലവർ ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. കോൺഫ്ലവറിന് പകരം അരിപ്പൊടി വേണമെങ്കിലും ചേർത്ത് കൊടുക്കുക. പക്ഷേ കറക്റ്റായിട്ട് കിട്ടണമെങ്കിൽ കോൺഫ്ലവർ തന്നെ ചേർത്ത് കൊടുക്കണേ. പിന്നെ അതിലേക്ക് 1 കോഴിമുട്ട പൊട്ടിച്ചൊഴിക്കാം. ഇനി ഞാൻ അതിലേക്ക് 1/2 ടേബിൾ സ്പൂൺ വെളുത്തുള്ളിയുടെ പേസ്റ്റ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പ് കൂടി ചേർത്ത് കൊടുത്തിട്ട് നമുക്ക് വെള്ളം ഒഴിച്ച് കൊടുത്തിട്ട് നല്ല രീതിയിലൊന്ന് മിക്സ് ആക്കി എടുക്കണം. അപ്പം നോർമൽ പച്ചവെള്ളം തന്നെ ഒഴിച്ച് കൊടുത്താലും മതി. അപ്പോൾ തണുത്ത വെള്ളമാണെങ്കിൽ കുഴപ്പമൊന്നുമില്ല കേട്ടോ. നല്ല രീതിയിലൊന്ന് മിക്സ് ആക്കി കൊടുക്കുന്നുണ്ട്. പിന്നെ വെള്ളം ഒഴിച്ച് കൊടുക്കുന്ന സമയത്ത് ഒരുപാട് കൂടുതൽ ഒഴിച്ച് കൊടുക്കണം കേട്ടോ. കുറച്ചായിട്ട് ഒഴിച്ചിട്ട് ഇതുപോലെ അങ്ങ് മിക്സാക്കി കൊടുത്താൽ മതിയാവും. അപ്പോൾ ഇതിൻ്റെ ഒരു പാകം എന്ന് പറയുന്നത് പഴംപൊരി മാവിൻ്റെ ഒരു പാകം ഉണ്ടല്ലോ, അതിനേക്കാളും കുറച്ചുകൂടി ഒന്ന് ലൂസായി കിട്ടണം. അതാണ് കറക്റ്റായിട്ടുള്ളൊരു പാകത്തിനായിട്ട് നമുക്ക് കിട്ടുന്നത്. അപ്പോൾ അതാ നല്ല രീതിയിലൊന്ന് കട്ടയൊന്നും ഇല്ലാതെ മിക്സാക്കി എടുത്തിട്ടുണ്ട്. കണ്ടില്ലേ, ഈ ഒരു പാകത്തിന് കേട്ടോ. പഴംപൊരി മാവിൻ്റെ ബാറ്ററിനേക്കാളും കുറച്ചുകൂടി ഒന്ന് ലൂസാക്കി എടുത്തിട്ടുണ്ട്. ഇപ്പോൾ അതൊരു സൈഡിലേക്ക് ഞാൻ മാറ്റി വെച്ചിട്ടുണ്ട് കേട്ടോ. ഇനി വേറൊരു ബൗൾ എടുത്തിട്ട് അതിലേക്ക് 2 കപ്പ് മൈദപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമുക്കൊന്ന് കോട്ട് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ കൂടുതലായി പോവില്ല, കറക്റ്റായിട്ടുള്ള പാകത്തിന് തന്നെയാണിത്. പിന്നെ അതിലേക്ക് 1 ടേബിൾ സ്പൂൺ മുളക് പൊടി ചേർത്ത് കൊടുക്കാം. പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം. പിന്നെ അത് നല്ല രീതിയിലൊന്ന് മിക്സാക്കി കൊടുക്കുന്നുണ്ട് കേട്ടോ. ഉപ്പും നമ്മൾ മുളക് പൊടിയൊക്കെ മൈദപ്പൊടിയുടെ എല്ലാ ഭാഗത്തേക്ക് എത്തുന്ന രീതിയിൽ നല്ല രീതിയിലൊന്ന് മിക്സാക്കി കൊടുക്കാം. അപ്പോൾ ഇതുപോലെ മിക്സാക്കിയാലാണ് നമ്മൾക്ക് പുറം ഭാഗത്തുള്ള ഒരു ക്രിസ്പിനെസ് കിട്ടണമല്ലോ, അതിന് വേണ്ടിയിട്ടാണ് കേട്ടോ. അപ്പോൾ ഞാനതൊന്നൊരു സൈഡിലേക്ക് വെക്കുന്നുണ്ട്. ഇപ്പോൾ ഈ ഒരു സമയത്താണ് ഫ്രിഡ്ജിൽ വെച്ചിട്ടുള്ള ചിക്കൻ ഒന്ന് പുറത്തെടുക്കുന്നത് കേട്ടോ. അപ്പോൾ ആദ്യം തന്നെ പുറത്തെടുക്കേണ്ട ആവശ്യമില്ല. 4 മണിക്കൂറിന് ശേഷമാണ് ഈ ഒരു ബാറ്ററും നമ്മൾ കോട്ട് ചെയ്യാനുള്ള ഒരു മിക്സൊക്കെ തയ്യാറാക്കി എടുക്കുന്നത് കേട്ടോ. ആദ്യം തന്നെ ഇതൊന്ന് തയ്യാറാക്കി വെക്കേണ്ട ആവശ്യമില്ല. 4 മണിക്കൂർ കഴിയുന്ന സമയത്ത് മാത്രമാണ് ഇത് നമ്മളെല്ലാം ചെയ്തെടുക്കേണ്ടത് കേട്ടോ. അപ്പോൾ 4 മണിക്കൂറിന് ശേഷം പുറത്തെടുത്തിട്ടുണ്ട്. അപ്പോൾ നല്ല രീതിയിൽ ഒന്നുകൂടി ഒന്ന് മിക്സാക്കി കൊടുത്തിട്ടുണ്ട്. അതിന് ശേഷം നമ്മൾ മാറ്റി വെച്ചിരിക്കുന്ന ഈ ഒരു ബാറ്ററിലേക്ക് ഡിപ്പ് ചെയ്യുക. നല്ല രീതിയിലൊന്ന് കോട്ട് ചെയ്യുന്ന പോലെ ഇതൊന്ന് ഡിപ്പ് ചെയ്തെടുക്കണം കേട്ടോ.
ചിക്കൻ്റെ എല്ലാ ഭാഗത്തേക്കും ഇതുപോലെ നല്ല രീതിയിലൊന്ന് ഈ മൈദയുടെ ബാറ്റർ ഒന്ന് ആയി കിട്ടണം കേട്ടോ. എന്നിട്ട് അതിന് ശേഷം നമ്മൾ മൈദപ്പൊടി എടുത്ത് വെച്ചിട്ടുണ്ടല്ലോ, ഇനി നമുക്ക് മൈദപ്പൊടിയുടെ ഈ ഒരു മിക്സിലേക്ക് ചിക്കൻ ഇട്ട് കൊടുത്തിട്ട് നല്ല രീതിയിലൊന്ന് കോട്ട് ചെയ്തെടുക്കാം. ചിക്കൻ്റെ എല്ലാ ഭാഗത്തേക്കും നനഞ്ഞിരിക്കുന്ന എല്ലാ ഭാഗത്തേക്കും ഇതുപോലെ ഒന്ന് കോട്ട് ചെയ്തെടുക്കണം കേട്ടോ. അപ്പോൾ അങ്ങനെ കോട്ട് ചെയ്തിട്ട് നമ്മൾ മൊത്തത്തിൽ വെച്ച് കൊടുക്കേണ്ട ആവശ്യമില്ല കേട്ടോ. നമ്മൾ ഫ്രൈ ചെയ്തെടുക്കുന്ന പാനിൽ എത്രയാണോ നമുക്ക് കൊള്ളുന്നത് അത്രയും മാത്രം ഒന്ന് ഇതുപോലെ ഒന്ന് കോട്ട് ചെയ്തെടുത്താൽ മാത്രം മതി. അപ്പോൾ ഓരോ തവണ നമ്മൾ ചെയ്തെടുക്കുമ്പോഴും പെട്ടെന്ന് തന്നെ അങ്ങ് ഫ്രൈ ചെയ്തെടുക്കണം. അപ്പോൾ ഇതുപോലെ കോട്ട് ചെയ്തിട്ട് സൈഡിലേക്ക് വെക്കേണ്ട കാര്യമില്ല. അങ്ങനെയെല്ലാം നമ്മളിതുപോലെ കോട്ട് ചെയ്തിട്ട് മാറ്റി വെക്കുകയാണെങ്കിൽ ഒരു നനവ് ഫീൽ ചെയ്യും കേട്ടോ. അപ്പോൾ അത് ഒന്ന് ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ്, നല്ല ക്രിസ്പി ആയിട്ട് നമുക്ക് കിട്ടണമല്ലോ. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഇതുപോലെ നല്ല രീതിയിൽ ഒന്ന് കോട്ട് ചെയ്യുക. അതിന് ശേഷം പെട്ടെന്ന് അങ്ങ് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ ഇത് ബാറ്റർ ഒന്ന് ആദ്യം തയ്യാറാക്കി വെക്കരുത്, ആ കാര്യം ഒന്ന് പ്രത്യേകം ശ്രദ്ധിക്കണം കേട്ടോ. അങ്ങനെ ചെയ്തെടുത്താലാണ്, ഇതുപോലെ ഞാൻ പറഞ്ഞ പോലെ ചെയ്തെടുത്താലാണ് കറക്റ്റായിട്ട് നമുക്ക് ക്രിസ്പി ആയിട്ട് കടയിൽ നിന്നൊക്കെ വാങ്ങുന്ന പോലെ തന്നെ ഈ ഒരു ബ്രോസ്റ്റഡ് ചിക്കൻ തയ്യാറാക്കി എടുക്കാനായിട്ട് കഴിയുള്ളൂ കേട്ടോ. അപ്പോൾ ആ കാര്യം ഒന്ന് പ്രത്യേകം ശ്രദ്ധിക്കണേ. അപ്പോൾ ഞാനിതൊന്ന് ചൂടായ എണ്ണയിലേക്ക് ഇട്ട് കൊടുത്തിട്ട് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കുകയാണ് കേട്ടോ. അപ്പോൾ ഈ ഒരു പാത്രത്തിൽ എനിക്ക് 2 പീസ് മാത്രമേ ഇട്ട് കൊടുക്കാൻ പറ്റുള്ളൂ. അപ്പോൾ അതുകൊണ്ടാണ്. അപ്പോൾ നിങ്ങൾ വലിയ ചട്ടിയിലേക്ക് തയ്യാറാക്കുന്നതെങ്കിൽ അതിനനുസരിച്ച് കോട്ട് ചെയ്തെടുത്തിട്ട് നമ്മളിതുപോലെ ഫ്രൈ ചെയ്തെടുത്താൽ മതി കേട്ടോ. അപ്പോൾ എണ്ണയിലേക്ക് ഇട്ട് കൊടുത്തതിന് ശേഷം ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് പെട്ടെന്ന് തന്നെ അങ്ങ് കുക്ക് ചെയ്തെടുക്കണ്ട കേട്ടോ. അപ്പോൾ നമുക്ക് പുറം ഭാഗം ക്രിസ്പി ആയിട്ട് പെട്ടെന്ന് തന്നെ കരിഞ്ഞു പോകുകയും ചെയ്യും, ഉൾഭാഗം കുക്കായി കിട്ടുകയും ചെയ്യില്ല കേട്ടോ. അപ്പോൾ ഒരു മീഡിയം ടു ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് ടൈം എടുത്തിട്ട് തന്നെ നല്ല രീതിയിലൊന്ന് കുക്ക് ചെയ്തെടുക്കാം. അപ്പോൾ അങ്ങനെ ടൈം എടുക്കുന്നത് എന്താണെന്ന് വെച്ചാൽ പുറംഭാഗം കരിഞ്ഞു പോകാതിരിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. അപ്പോൾ ഞാനിതെല്ലാം ഒന്ന് ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. കണ്ടില്ലേ, കടയിൽ നിന്നൊക്കെ വാങ്ങുന്ന പോലെ തന്നെ കറക്റ്റായിട്ടുള്ള ഒരു ഷേപ്പും കാര്യം തന്നെ കിട്ടിയിട്ടുണ്ട് കേട്ടോ. പുറംഭാഗം നല്ല ക്രിസ്പിയും ഉൾഭാഗം നല്ല ജ്യൂസി ആയിട്ടുള്ളൊരു ചിക്കൻ തന്നെയാണ് കേട്ടോ. അപ്പോൾ ഇതുപോലെ എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ കേട്ടോ. കുട്ടികൾക്ക് എന്തായാലും ഇഷ്ടപ്പെടുകയും ചെയ്യും. നമ്മൾ റെസ്റ്റോറൻറ്റിലൊക്കെ പോയി വാങ്ങുന്ന സമയത്ത് ഒരുപാട് ക്യാഷൊക്കെ കൊടുത്തിട്ടല്ലേ നമ്മളിതൊന്ന് വാങ്ങി കഴിക്കാറുള്ളത്. അപ്പോൾ ഇത് 1 കിലോ ചിക്കനൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് കുട്ടികൾക്ക് വയറ് നിറയെ ഇഷ്ടത്തിനനുസരിച്ച് കഴിക്കാവുന്നതേ ഉള്ളൂ. അപ്പോൾ ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കാനും മറക്കരുത്. അപ്പോൾ ഇന്നത്തെ എൻ്റെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. ഫാമിലി ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്യാനും മറക്കരുത് കേട്ടോ. അപ്പോൾ ഇതിനേക്കാളും നല്ല കിഡിലൻ വീഡിയോയുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. ഓക്കെ, താങ്ക്